പരിശുദ്ധമായ ഈ സമയങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും നമുക്ക് പരിപൂർണമായി മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാനും അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയാനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റ് ദുനിയാവിലെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും ശിഫയും സലാമത്തും തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, പ്രത്യേകം കഴിഞ്ഞ ദിവസം നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാവ്, ഏവർക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിക്കട്ടെ. ഖബറിൽ സന്തോഷം നൽകട്ടെ. ആഖിറം ജന്നത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ശഅബാനിലൂടെ ബറാഅത്തിലേക്കും റമളാനിലേക്കും അതിവേഗം നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വെള്ളിയാഴ്ച വൈകിട്ടാണ് ബറാഅത്തിൻ്റെ രാവ്. ശനിയാഴ്ചയാണ് ശഅബാൻ 15-ൻ്റെ ബറാഅത്തിൻ്റെ നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ സമയങ്ങൾ അവൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കാനും ആ നിലക്ക് പടച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ റഹ്മത്തുകളും നേടിയെടുക്കാനും നമുക്കേവർക്കും തൗഫീഖ് പ്രദാനിക്കട്ടെ. പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവ്, അതുപോലെ ബറാഅത്തിൻ്റെ നോമ്പ്, റജബ്, ശഅബാൻ, റമളാൻ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് ആഖിറത്തിൽ ഏറ്റവും ഉന്നതമായ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മകൾ, പ്രതിഫലങ്ങൾ അത് നേടിയെടുക്കാനും പടച്ചവൻ്റെ ഏറ്റവും വലിയ പൊരുത്തം അത് കരഗതമാക്കാനും വേണ്ടിയാണ്. ആഖിറത്തിൽ ഏറ്റവും വലുത്, ഏറ്റവും ഉന്നതമായ വിജയം നേടിയെടുക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി പോവുക എന്നതിലുപരി ഏറ്റവും വലിയ വിജയം ആഖിറത്തിൽ നേടിയെടുക്കുക. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഏറ്റവും ഉന്നതമായത് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യണം എന്നാണ്. അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിന്റെ കാര്യമാകട്ടെ. ദുനിയാവിലെ ജീവിതം തന്നെ ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഇസ്സത്തോടെ, അഭിമാനത്തോടെ, തല ഉയർത്തി, അങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത്. എങ്ങനെയും ജീവിക്കുക അതല്ല, തല കുനിച്ച് നിന്ദ്യരായി അടിമകളായി അങ്ങനെ മുസ്ലിം ജീവിക്കാൻ പാടില്ല. ഇസ്സത്തോടെ, അഭിമാനത്തോടെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കേണ്ടത്.
ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല സംസാരവും ഏറ്റവും നല്ല ഇടപെടലും അതാണ് മുസ്ലിമിന് ദുന്യാവിൽ വേണ്ടത്. അതല്ലാതെ ആളുകളെ വെറുക്കുന്ന നിലക്കുള്ള ഇടപെടൽ, സ്വഭാവം, ജീവിതം, ഇതെല്ലാം മുസ്ലിമിൽ നിന്ന് ദുന്യാവിൽ ഉണ്ടാകേണ്ടത്. വസ്ത്രം ധരിക്കുന്നത് തന്നെ ഏറ്റവും നല്ല വസ്ത്രമാകണമെന്നാണ്. കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു വ്യക്തിത്വം അത് പ്രകടമാകുന്ന വസ്ത്രം, അതാണ് മുസ്ലിം ധരിക്കേണ്ടത്. കീറിയതും പഴകിയതും അഴുക്ക് പിടിച്ചതും അങ്ങനത്തെ വസ്ത്രം മുസ്ലിം ധരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതും അത് ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും ഹലാലായത് അതേ മുസ്ലിം ദുന്യാവിൽ കഴിക്കാവൂ. ചത്തതും ചീഞ്ഞതും അഴുകിയതും തല്ലിക്കൊന്നതും ഇതൊന്നും മുസ്ലിമിന് അനുവാദമില്ല. ദുന്യാവിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ അത് ഏറ്റവും ഉന്നതമായ നിലക്ക് ജീവിക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എങ്ങനെയും ജീവിക്കുക എന്നല്ല. അപ്പോൾ ആഖിറത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ഉയർന്നതും ഉന്നതമായതും എന്തോ അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പരിശ്രമിച്ച് ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ്. ലാ യഖൂൽ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കരുത് അഅ്തിനിൽ ജന്ന ഫഖത്, പടച്ചവനെ നീ എനിക്ക് സ്വർഗം താ, സ്വർഗം അത് മാത്രം. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറയാണ്, അള്ളാഹിനോട് സ്വർഗം ചോദിക്കുമ്പോ വെറും സ്വർഗം ചോദിക്കരുത്, മറിച്ച് ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസുൽ അഅല, ഏറ്റവും ഉന്നതമായ സ്വർഗം ചോദിക്കണം. ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണം, അൽ ഫിർദൗസുൽ അഅല അത് ചോദിക്കണം. വെറും സ്വർഗം അങ്ങനെ ചോദിക്കരുത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഅലാ മാ ഫിൽ ജന്ന വ അഫ്ളല മാ ഫീഹാ വ അഹ്സൻ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മനോഹരമായ അൽ ജന്നത്തുൽ ഫിർദൗസ്, അതാണ് അൽ ഫിർദൗസുൽ അഅല. അത് ചോദിക്കണമെന്ന്. വെറുതെ സ്വർഗം അങ്ങനെ ചോദിക്കരുത് എന്ന് റസൂൽ. ചോദിക്കുമ്പോ ആഖിറത്തിൽ, പ്രത്യേകം ആഖിറത്തിന്റെ വിഷയം നമ്മൾ ചോദിക്കുമ്പോ ഏറ്റവും ഉയർന്നത് അത് ചോദിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അതിന് അവസരം കിട്ടുമ്പോൾ, ആഖിറം ചോദിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ചോദിക്കേണ്ടത് ഏറ്റവും ഉന്നതമായതാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ബഹുമാനപ്പെട്ട റബീഅത്ത് ബിനുൽ കഅബ് അസ്ലമി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, സൽ, നിനക്ക് എന്താ വേണ്ടത് നീ ചോദിക്ക്, നിനക്ക് എന്താണ് വേണ്ടത്, എന്തും നിനക്ക് ചോദിക്കാം. ഒരവസരത്തിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം ഒരു സീറ്റ്, അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗ്ഗത്തിൽ കിടക്കണം. മിൻ ഫുഖറാഇസ് സഹാബ, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനായ സഹാബിയാണ്. അങ്ങനത്തെ സഹാബിമാരുടെ കൂട്ടത്തിൽ പെട്ടതാണ്. സ്വന്തമായിട്ട് വീടില്ല, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള കഴിവില്ല, നല്ല വസ്ത്രം ധരിക്കാനുള്ള ശേഷിയില്ല, അതിനുള്ള വരുമാനമൊന്നുമില്ല. അസ്ഹാബു സുഫത്തിൽ പെട്ടതാണ്. മദീന പള്ളിയിൽ അള്ളാന്റെ റസൂലിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചില സഹാബ, റസൂലിന്
ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹദിയായി കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു വിഹിതം റസൂല് കൊടുത്ത് അത് ഭക്ഷിച്ച് ആ സഹാബത്തെല്ലാം അത് പ്രതീക്ഷിച്ച് അത് ഭക്ഷിച്ച് വിശപ്പടക്കിയിരുന്ന പാവപ്പെട്ട സഹാബ് കൂട്ടത്തിൽപ്പെട്ടതാണ് റബീഅ റളിയല്ലാഹു തആല. നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം എനിക്ക് വേണം റസൂലേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഒറ്റ മുണ്ടിനു പകരം ഒന്നെന്റെ ശരീരം കൂടി മൂടിപ്പൊതയ്ക്കാൻ ഒരു വസ്ത്രം അത് ചോദിക്കാം, ഒരു കൂര അത് ചോദിക്കാം. പക്ഷേ റബീഅ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത് മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം എനിക്കൊരു സീറ്റ് വേണം നബിയേ. ഇങ്ങനെ ചോദിച്ചത്. അവസരം കിട്ടിയപ്പോ ചോദിക്കാവുന്നതിന്റെ പരമാവധി. അതിന്റെ മുകളിൽ എന്താണ് ചോദിക്കാനുള്ളത്? സ്വർഗം പോരാ, ജന്നത്തുൽ ഫിർദൗസും പോരാ, അങ്ങയോടൊപ്പം മുത്ത് നബിയോടൊപ്പം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറയുടെ ഖബറിന്റെ ലൊക്കേഷൻ അറിയാതെ അത് അന്വേഷിച്ച ഒരു സംഭവം അള്ളാന്റെ റസൂല് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ മിസ്രിലാണ്. ആ മിസ്രിൽ നിന്ന് അത് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യൂസുഫ് നബിയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകണം. യൂസുഫ് നബിയുടെ തന്നെ ആഗ്രഹം മിസ്രിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എവിടെയാണ് ഖബർ എന്നറിയില്ല. അന്വേഷിക്കാൻ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും അറിയില്ല. കഴിഞ്ഞ തലമുറയ്ക്കാണതറിയാവുന്നത്. അവസാനം അന്വേഷിക്കുമ്പോ ഒരു പടുകിളവിയായ മരിക്കാറായി കിടക്കുന്ന ഒരു സ്ത്രീ, വൃദ്ധയാണവർ. അവർക്കതിനെപ്പറ്റി അറിയാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് ചോദിച്ചു, ഐന ഖബ്റു യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണ്? അവര് മറുപടി കൊടുത്തു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലാ അദുല്ലുക അലൈഹി ഹത്താ തുഅതിയനി സുഅലി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അങ്ങയോട്. ആ വൃദ്ധയായ മരിക്കായ കിടക്കുന്ന സ്ത്രീ മറുപടി എടുക്കാൻ, എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. ആ വിഷയത്തിൽ എനിക്ക് ഉറപ്പ് തരാതെ ഞാൻ പറഞ്ഞു തരൂല. എവിടെയാന്ന് എനിക്കറിയാം, സ്പോട്ട് എനിക്കറിയാം, കൃത്യമായിട്ടറിയാം. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പ് തന്നെ, എന്നാലേ ഞാൻ അത് പറഞ്ഞു തരൂ. എന്താന്ന് വെച്ചു, അൻ ഉറാഫിഖക ഫിൽ ജന്ന, സ്വർഗത്തിൽ മൂസ നബിയെ അങ്ങയോടൊപ്പം എനിക്കൊരു സീറ്റ് വേണം. ആ മാതാവ് ചോദിക്കാൻ, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്കൊരു സീറ്റ് വേണം. ആ ഉറപ്പ് തന്നാൽ ഞാൻ പറഞ്ഞുതരാം. അവസാനം വഹിയിലൂടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പായി മൂസാ നബി അറിയിച്ചു കൊടുത്തു, സീറ്റ് ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവസാനം ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു എന്നാണ്, എവിടെയാണ് ഖബർ എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. അവസരം കിട്ടിയപ്പോ ചോദിക്കാവുന്നതിന്റെ പരമാവധി അങ്ങേയറ്റാണ് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ആഖിറത്തിന്റെ വിഷയം. മുസ്ലിം അങ്ങനെ ആകണം. നമുക്ക് അവസരം കിട്ടുമ്പോ, ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ സംഭവം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. മൂസ നബി അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ട് റസൂലിന്റെ മുന്നിൽ വന്ന ഒരു കാട്ടറബിയായ മനുഷ്യൻ, അഅറാബിയായ മനുഷ്യൻ, ആ അഅറാബിയായ മനുഷ്യനോട് സഹാബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് റസൂല് ചോദിച്ചതാണ്, അജസ്ത അൻ തകൂന കഅജൂസി ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലുകാരിലെ കൂട്ടത്തിൽപ്പെട്ട പടുകിളവിയായ വൃദ്ധയായ ആ സ്ത്രീക്കുള്ള ബോധം പോലും നിങ്ങൾക്കില്ലേ, നിനക്കില്ലേ എന്ന് അള്ളാന്റെ റസൂൽ ഒരു അഅറാബിയോട് ചോദിച്ചതാണ്. ഒരു കാട്ടറബിയായ മനുഷ്യൻ ഒരു മരുഭൂമിയിൽ വെച്ച് അള്ളാന്റെ റസൂൽ ആ മനുഷ്യനെ കണ്ടു. പിരിയാൻ നേരത്ത് റസൂല് പറഞ്ഞു, നീ എന്നെങ്കിലും മദീനയിൽ വന്നാൽ അവിടെ എന്നെ കണ്ടെത്താൻ പറ്റും, എന്നെ വന്ന് നീ കാണണം, അറാബിയോട് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ആ അറാബി കാട്ടറബി മദീനയിൽ വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. പഴയ ബന്ധം വെച്ച് അള്ളാന്റെ റസൂല് ചോദിച്ചു, സൽനി, എന്താ നിനക്ക് വേണ്ടത്? എന്ത് വേണേലും ചോദിച്ചു. എന്താണ് നിനക്ക് വേണ്ടത്? സൽനി, നിന്റെ ആവശ്യം എന്നോട് ചോദിച്ചോ.
ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അസ്അലുക ദാബ്ബതൻ അർകബുഹാ, എനിക്കൊരു വാഹനം വേണം, സഞ്ചരിക്കാൻ എനിക്കൊരു വാഹനം വേണം, ഒരു മൃഗം വേണം. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞ് അത് ഒരുക്കി കൊടുത്തു. വീണ്ടും അള്ളാന്റെ റസൂല് ചോദിച്ചു, സൽനി, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോഴും ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേക്കുന്നതിന് എന്നെ സഹായിക്കാൻ ഒരു വേട്ട നായയെ വേണം. ആടുകളെ മേയ്ക്കുമ്പോ എന്നെ സഹായിക്കാൻ ഒരു വേട്ട നായ എനിക്ക് വേണം. അതും അള്ളാന്റെ റസൂല് ഒരുക്കി കൊടുത്തു. മൂന്നാമതും റസൂല് ചോദിച്ചു, സൽനി, എന്താണ് നിനക്ക് വേണ്ടത്? റസൂൽ ഉദ്ദേശിക്കുന്ന ചോദ്യം അതല്ല, ഉത്തരം അതല്ല. ആഖിറവുമായി ബന്ധപ്പെട്ട് നിനക്കെന്ത് വേണം, എന്ത് സൗഭാഗ്യം വേണം, അതാണ് അള്ളാന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ അഅറാബിയുടെ മറുപടി ഈ നിലക്ക് ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമതും അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്താണ്, എന്ത് സൗഭാഗ്യമാണ് നിനക്ക് ഇനി വേണ്ടതെന്ന് ചോദിക്കുമ്പോ, എന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു വീട്ടുവേലക്കാരിയായ അടിമപ്പെണ്ണിനെയാണ് വേണ്ടത്. മൂന്നാമത് ഈ മറുപടി അടിമപ്പെണ്ണിന്. അപ്പോഴാണ് അള്ളാന്റെ റസൂല് ചോദിച്ചത്, അഅജസ്ത അൻ തകൂന കഅജൂസ് ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ ആ പടുവൃദ്ധയായ ആ സ്ത്രീയുടെ ബോധം പോലും തിരിച്ചറിവ് പോലും നിനക്കില്ലേ എന്ന് അള്ളാന്റെ റസൂല് ചോദിച്ചത്. അപ്പോഴാണ് ചോദിക്കാൻ അവസരം കിട്ടിയപ്പോ ചോദിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ചോദിച്ച് വാങ്ങിയെടുത്ത ആ വൃദ്ധയായ സ്ത്രീ. അതുപോലെ എന്റെ വാക്കുകൾ ചുരുക്കാണ്, നമുക്ക് സമയം കുറവാണല്ലോ ഇപ്പോൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ശഅബാനാണ്, വല്ലാത്തൊരവസരമാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് ബറാഅത്തിന്റെ രാവ്. ബറാഅത്തിനെ പറ്റി കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് നമുക്ക് സമയമുണ്ട്, വെള്ളിയാഴ്ച വൈകിട്ടാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ചോദിക്കാൻ ഞാൻ തന്നേക്കാം എന്ന് നിരന്തരം വിളിച്ചു പറയുന്ന, വിളംബരം ചെയ്യുന്ന, ദുആഇന് ഇജാബത്തുള്ള രാവ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അവസരം കിട്ടുമ്പോ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയണം. ചോദിക്കാവുന്നതിന്റെ നമുക്ക് ദുനിയാവ് ചോദിക്കാം, പക്ഷെ ദുനിയാവ് മാത്രമായി പോകരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ദുആ വസിയത്തുകൾ ഭൂരിഭാഗവും ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. അത് വേണ്ട എന്നല്ല, കാരണം ദുനിയാവിൽ രോഗങ്ങളില്ലാതെ സ്വസ്ഥമായി സമാധാനത്തോടെ നമുക്ക് ജീവിക്കണമല്ലോ, എന്നിട്ടല്ലേ ആഖിറത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റൂ. അതുകൊണ്ട് ദുആ വസിയത്തുകൾ ദുനിയാവുമായി ബന്ധപ്പെട്ടത് വേണ്ടാന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത്. പക്ഷേ ആഖിറത്തിന്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രത്യേകിച്ച് ബറാഅത്ത് രാവ് പോലുള്ള രാവുകൾ വരുമ്പോ നമ്മുടെ ഈമാൻ, നമ്മുടെ ഖബർ, നമ്മുടെ ആഖിറം, നമ്മുടെ ഹിസാബ്, നമ്മുടെ വിചാരണ, സ്വർഗ നരകങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ ചോദിച്ച് ആ അവസരം പ്രയോജനപ്പെടുത്താൻ, ബറാഅത്ത് രാവ് എന്നല്ല, ഇനി വരുന്ന ശഅബാനിന്റെ സമയങ്ങളെല്ലാം ആ നിലക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ പടച്ച റബ്ബ് നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.